നമുക്ക് ഇന്ന് മുതൽ പുതിയൊരു സീരീസ് തുടങ്ങാം അല്ലേ. തൊഴിൽ വിധിയിലെ എക്സാം ഫോക്കസ് കറണ്ട് അഫയേഴ്സാണ് ഫസ്റ്റ് നമുക്ക് തുടങ്ങണം. അപ്പോൾ ഇത് പല പല വീഡിയോസിലായിട്ടായിരിക്കും അയക്കുന്നത്, കാരണം കുറച്ച് ലെങ്ത് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പല പല വീഡിയോസിലൂടെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പഠിച്ചു പോകാം അല്ലേ. അപ്പോൾ ഒരു 2 മിനിറ്റ് 3 മിനിറ്റിൻ്റെ വീഡിയോ ഒരു കുഞ്ഞു ഇതാക്കിയിട്ട് നമുക്കൊരു ഒരാഴ്ചക്കുള്ളിൽ ഫിനിഷ് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് അതിൽ എഴുതിയിരിക്കുന്ന എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത ആര് നമുക്കറിയാം. ഉള്ളിൽ വെച്ചോ, നമുക്ക് ഡിസ്കസ് ചെയ്തു പോകാം കേട്ടോ. ഏറ്റവും കൂടുതൽ തവണ ഫസ്റ്റിൽ കെൻഡൻ കൂളിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ ഷെർപ്പ വിഭാഗത്തിലെ അംഗമല്ലാത്ത വ്യക്തി, കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഷെർപ്പ വിഭാഗത്തിലെ അംഗമല്ലാത്ത വ്യക്തി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ തന്നെ കൊടുത്തിട്ടുണ്ട് കെൻഡൻ കൂൾ അല്ലേ. ബ്രിട്ടീഷ് പർവ്വതാരോഹനായ കെൻഡൻ കൂൾ 19 തവണയാണ് എവറസ്റ്റ് കീഴടക്കിയത്. എത്ര തവണയാണ്? 19 തവണ. 2004 അദ്ദേഹത്തിൻ്റെ ആദ്യ എവറസ്റ്റ് യാത്ര. ലോകത്ത് അടുത്ത ക്വസ്റ്റ്യനാണ്, അടുത്ത പോയിൻ്റാണ്, ക്വസ്റ്റ്യനല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയതിൻ്റെ റെക്കോർഡ് ഷെർപ്പ വിഭാഗത്തിൽപ്പെടുന്ന കാമി റീത്തയ്ക്കാണ്. ആർക്കാണ്? കാമി റീത്ത. 31 തവണയാണ് അദ്ദേഹം എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന ആദ്യ CISF സേനാ അംഗമെന്ന ബഹുമതി ഇൻസ്പെക്ടർ ഗീത സമോത്തയ്ക്കാണ്. രാജസ്ഥാനിലെ സിക്കാർ സ്വദേശിനിയാണ് ഗീത. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി വനിതയാണ് കണ്ണൂർ വേങ്ങാട് സ്വദേശി സഫ്രീന ലത്തീഫ്. ആരാണ്? കുറച്ചുകൂടെ ഇത് നന്നായി നോക്കണേ, കുറച്ചുകൂടെ. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി വനിത കണ്ണൂർ വേങ്ങാട് സ്വദേശി സഫ്രീന ലത്തീഫ്. എവറസ്റ്റ് കീഴടക്കിയ കാഴ്ചയില്ലാത്ത ആദ്യ ഇന്ത്യൻ വനിതയാണ് ഹിമാചൽ സ്വദേശി ചോൻസിംഗ് അങ്മോ. സ്ത്രീകളുടെ ഡിജിറ്റൽ സാക്ഷരതയെക്കുറിച്ച് അറിയിക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും സൈബർ ഭീഷണികളിൽ നിന്നും സ്വയം സുരക്ഷിതരാക്കാനുള്ള പരിശീലനം നൽകുന്നതിനായി ദേശീയ വനിതാ കമ്മീഷൻ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ യശോദ AI. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിനാണ് യശോദ AI, സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് അല്ലേ. ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലെ മഹാത്മാഗാന്ധി ജ്യോതിബ ഫൂലെ രോഹിൽഖണ്ഡ് യൂണിവേഴ്സിറ്റിയിലാണ് യശോദ AI ഫസ്റ്റായിട്ട് അവതരിപ്പിച്ചത് അല്ലേ. രാജ്യത്തെ തുടർന്നീളമുള്ള നഗരങ്ങളെയും ഗ്രാമപ്രദേശങ്ങളിലെയും സ്ത്രീകൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സൈബർ സുരക്ഷ, ഡിജിറ്റൽ സാക്ഷരത എന്നിവയിൽ ഇതുവഴി പരിശീലനങ്ങൾ. ഇന്ത്യ മുഴുവൻ നടക്കുന്ന ഈ ക്യാമ്പയിൻ സ്കൂളുകളിലൂടെയും കോളേജുകളിലൂടെയും പ്രചരിപ്പിക്കുകയും സ്വയം സഹായ സംഘം അഥവാ SHG അംഗങ്ങൾ, ആശാപ്രവർത്തകർ, അധ്യാപകർ, സർക്കാർ ജീവനക്കാർ, പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവയുൾപ്പെടെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI പരിശീലനം നൽകിക്കൊണ്ടുള്ള ശാക്തീകരണമാണ് ലക്ഷ്യം. വിജയ് കിഷോർ രഹത്കർ ആണ് നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ. അത് നല്ലോണം ഓർമ്മിച്ച് വയ്ക്കണേ, വിജയ് കിഷോർ രഹത്കർ. ശൈശവ വിവാഹം തടയാൻ സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പൊൻവാക്ക്. പൊതുജന പങ്കാളിത്തത്തോടുകൂടി ശൈശവ വിവാഹം പൂർണ്ണമായി നിരോധിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെയും സംരംഭകരാക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിച്ചേരുന്നതിനുള്ള പദ്ധതിയാണ് തീരമൈത്രി ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസനം. ഇന്ത്യയിലെ ആദ്യത്തെ 9000 HP ഇലക്ട്രോണിക് ലോക്കോമോട്ടീവ് എൻജിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. അതെവിടെയെന്ന് ചോദിച്ചിരിക്കണം. 9000 HP ഇലക്ട്രോണിക് ലോക്കോമോട്ടീവ് എൻജിനാട്ടോ. അത് ഗുജറാത്തിലെ ദാഹോദ് ഇലക്ട്രിക് ലോക്കോമോട്ടീവ് ഫാക്ടറിയിലാണ് എൻജിൻ നിർമ്മിച്ചത്. 4500 മുതൽ 5000 ടൺ വരെ ഭാരം വഹിക്കാൻ കഴിയുന്ന ഒറ്റ എൻജിൻ 120 കിലോമീറ്റർ വരെയാണ് വേഗം. ജർമ്മൻ കമ്പനിയായ സീമെൻസുമായി ചേർന്ന് 20,000 കോടി രൂപ ചെലവാണ് ദാഹോദർ ഫാക്ടറി സജ്ജമാക്കിയത്. അശ്വിനി വൈഷ്ണവാണ് നിലവിലെ റെയിൽവേ മന്ത്രി. അത് നന്നായി നോക്കണേ, അശ്വിനി വൈഷ്ണവാണ് നിലവിലെ റെയിൽവേ മന്ത്രി. ഹോയിൽ നാർലിക്കർ ഗുരുത്വാകർഷണ സിദ്ധാന്തത്തിലൂടെ രാജ്യാന്തര ഖ്യാതി നേടിയ പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞൻ ഡോക്ടർ ജയന്ത് വിഷ്ണു
ബുക്കർ അന്തരിച്ചതെന്നാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 2025 മെയ് 20 കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ഫ്രെഡ് ഹോയിലിനൊപ്പം പ്രവർത്തിക്കുമ്പോഴാണ് ഡോക്ടർ നർലിക്കർ ജ്യോതിശാസ്ത്രത്തിലും കോസ്മോളജിയിലും പ്രധാനപ്പെട്ട പല ഗവേഷണങ്ങളും നടത്തിയത്. ബിഗ് ബാങ് സിദ്ധാന്തത്തിലൂടെ ബദൽ മാതൃക നൽകി പ്രപഞ്ചത്തിലെ ഉദ്ഭവത്തെക്കുറിച്ചുമുള്ള പഠനത്തിൽ പുതുവഴികൾ തുറന്നൊന്നായിരുന്നു ഹോയിൽ-നർലിക്കർ ഗുരുത്വാകർഷണ സിദ്ധാന്തം. 1960 ജ്യോതിശാസ്ത്രത്തിനുള്ള ടൈസൺ മെഡൽ നർലിക്കർക്കു ലഭിച്ചു. 1965 പത്മഭൂഷണം, 2004 പത്മവിഭൂഷണം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 1996 യുനെസ്കോയുടെ കലിംഗ സമ്മാനത്തിന് അദ്ദേഹം അർഹനായി. 1938 ജൂലൈ 19 മഹാരാഷ്ട്രയിലെ കോലാപൂരിലാണ് നർലിക്കർ ജനിച്ചത്. ദ റിട്ടേൺ ഓഫ് വാമൻ, ദ അഡ്വഞ്ചർ, ദ കോമറ്റ് എന്നീ സാഹിത്യകൃതികളും ദ ലൈറ്റർ സൈഡ് ഓഫ് ഗ്രാവിറ്റി, ഫ്രം ബ്ലാക്ക് ക്ലൗഡ് ടു ബ്ലാക്ക് ഹോൾ തുടങ്ങിയ ശാസ്ത്രപുസ്തകങ്ങളും രചിച്ചു. 2014 മറാത്തിയിലെ തൻ്റെ ആത്മകഥയായ മൈ ടെയിൽ ഓഫ് 4 സിറ്റീസ് ചാർനഗ്രത്തിൽ മഹാജയ് വിശ്വത്തിനു സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു അല്ലേ. അപ്പോൾ 2020 അടുത്ത ദിവസമാണ് 2025 ബുക്കർ ഇൻ്റർനാഷണൽ പുരസ്കാരം ആർക്കായിരുന്നു ലഭിച്ച? ബാനു മുഷ്താഖിൻ്റെ ചെറുകഥാ സമാഹാരം ഹാർട്ട്. ബാനു മുഷ്താഖ് കേട്ടോ കന്നഡയിൽ രചിച്ച ഹൃദയദീപയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ഹാർട്ട് ലാമ്പ്. മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെ ആത്മസംഘർഷങ്ങളും പ്രതിരോധങ്ങളും ജീവിത സാഹചര്യവും തുറന്നു പറയുന്ന 12 കഥകളുടെ സമാഹാരമാണ് ഹാർട്ട് ലാമ്പിലുള്ളത് അല്ലേ. അപ്പോൾ അവർ രചിച്ചതാണ്. ബുക്കർ ഇൻ്റർനാഷണൽ പുരസ്കാരം ലഭിച്ചത് ബാനു മുഷ്താഖിൻ്റെ കഥയ്ക്കാണ്. അപ്പോൾ അവർ രചിച്ച ബുക്കിൻ്റെ പേര് കന്നഡയിലാണ് രചിച്ചത്. അതിൻ്റെ ബുക്കിൻ്റെ പേരാണ് ഹൃദയദീപം. അത് ഇംഗ്ലീഷ് പരിഭാഷയാണ് ഹാർട്ട് ലാമ്പ്. മുസ്ലിം സമുദായത്തിൽ അതെന്തിനെക്കുറിച്ച് പറയണം? മുസ്ലിം സമുദായത്തിൽ സ്ത്രീകളുടെ ആത്മസംഘർഷങ്ങളും പ്രതിരോധങ്ങളും ജീവിത സാഹചര്യവും തുറന്നു പറയുന്ന 12 കഥകളുടെ സമാഹാരമാണ് ഹാർട്ട് ലാമ്പ് അല്ലേ. മാധ്യമപ്രവർത്തക കൂടിയായ ദീപ ബസ്മതിയാണ് കഥാസമാഹാരം ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയത്. കന്നഡ ഭാഷയിൽ നിന്നും ബുക്കർ സമ്മാനം നേടുന്ന ആദ്യ വ്യക്തി കൂടിയാണ് ബാനു മുഷ്താഖ്. മറ്റു ഭാഷകളിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റുന്ന കൃതികൾക്കാണ് ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നൽകുന്നത്. 2022 ഇൻ്റർനാഷണൽ ബുക്കർ ഹിന്ദി എഴുത്തുകാരി ഗീതാഞ്ജലി ശ്രീയുടെ ടൂർ ഓഫ് സാൻഡിനായിരുന്നു. 2024 ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം ലഭിച്ചത് മെഡിക്കൽ ഹോഫ്മാൻ പരിഭാഷപ്പെടുത്തിയ ജർമ്മൻ സാഹിത്യകാരൻ ജെന്നി എർപ്പൻബക്കിൻ്റെ കൈറോസിനാണ്. അപ്പോൾ നമുക്ക് ഈ കുഞ്ഞു വീഡിയോ നമുക്കിവിടെ നിർത്താം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണം. കാരണം എന്താ പറയുക, ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റം വരുത്തിയിട്ട് അടുത്ത വീഡിയോയിലൂടെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം കമൻറ്റ് ചെയ്യാൻ നോക്കുക. കാരണം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാറ്റണമല്ലോ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.